ഇന്ന് രണ്ട് തരം അൽഫാമിൻ്റെ റെസിപ്പിയാണ്. ഒന്ന് പെരി പെരി അൽഫാമും ഒന്ന് സ്പൈസി ആയിട്ടുള്ള ഗ്രീൻ കളറുള്ള ഒരു അൽഫാമും. ആദ്യം ഗ്രീൻ കളറുള്ള അൽഫാമിനുള്ള മസാല റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി, 10-20 അല്ലി വെളുത്തുള്ളി, ഒരു 10 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണത്, 1 കപ്പ് പുതിനയില, 1 കപ്പ് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 കപ്പ് തൈര്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞതിന് ശേഷം 1 കപ്പ് തൈര് കൂടി ചേർത്തെടുത്ത് അരച്ചെടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഈ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് മസാലയിൽ കോട്ട് ചെയ്തെടുക്കുക. അൽഫാമിൻ്റെ സൈസിലുള്ള പീസുകളാണ്. ഒരു ചിക്കന് 4 പീസ് എന്നതിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ മുഴുവൻ പീസുകളും മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാൻ വെക്കാം. ഇനി പെരി പെരി അൽഫാം ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കാം. അതിനായി 1.5 സ്പൂൺ പച്ചമല്ലി, 1/2 സ്പൂൺ വലിയ ജീരകം, 1/2 സ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂൺ കുരുമുളക്, 1 ബേ ലീഫ്, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, ചെറിയ 2 പീസ് പട്ട, 3 ഉണക്കമുളക്, ഇവയെല്ലാം കൂടി ഒരു പാനിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഫൈനായി പൊടിച്ചെടുക്കുക. ഇനി അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 1/2 കപ്പ് പുതിനയില, 1/2 കപ്പ് മല്ലിയില, എല്ലാം കൂടി മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത് പൊടിച്ചു വെച്ച അൽഫാം മസാല ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പൂണും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/2 സ്പൂൺ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കുരുമുളകും കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം. ഈ ഓരോ ചിക്കൻ പീസ് എടുത്തിട്ട് മസാല തേച്ച് കൊടുക്കാം. ഇങ്ങനെ കത്തിക്കൊണ്ട് ചിക്കൻ പീസിലൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പീസിലും ഇതുപോലെ മസാല തേച്ച് കൊടുത്ത് 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. ഗ്രില്ല് ചെയ്യണതിൻ്റെ 1/2 മണിക്കൂർ മുമ്പേ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് മാറ്റി വെക്കണം. ഇതൊന്ന് തണുപ്പ് വിടാൻ വേണ്ടി. ഇനി അൽഫാമിക്കുള്ള സോസ് റെഡിയാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ
കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവും മധുരവും ഉപ്പും പുളിയും ചേർന്നൊരു സോസാണിത്. ഇത് അൽഫാം ആയതിനു ശേഷം അതിൻ്റെ പുറത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഗ്രില്ല് ചെയ്യാനുള്ള കനൽ റെഡിയാക്കാം. അതിനായി ഇഷ്ടിക വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ചിരട്ടിട്ട് കത്തിച്ച് കനലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. 6 മണിക്കൂറിന് ശേഷം ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഗ്രില്ല് ചെയ്യാനത് ഗ്രില്ല് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ഗ്രില്ലിലായിട്ടാണ് ചുട്ടെടുക്കുന്നത്. നല്ല ചൂടായ കനലിൻ്റെ മുകളിൽ ഗ്രില്ല് വെച്ച് ചുട്ടെടുക്കുകയാണ്. 5 മിനിറ്റ് അതിന് ശേഷം മറിച്ച് വെക്കാം. അപ്പോൾ ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓരോ സൈഡും 5 മിനിറ്റ് കുക്ക് ചെയ്തെത്തിയിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് അൽഫാം റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ കളറിലെ അൽഫാം ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. 2ാം ബാച്ചത്തെ അൽഫാമിൽ പെരി പെരി അൽഫാമും ഗ്രീൻ അൽഫാമും ഒപ്പമായിരുന്നു ഗ്രില്ല് ചെയ്യാൻ വെച്ചിരുന്നത്. അങ്ങനെ പെരി പെരി അൽഫാം റെഡി ആയിട്ടുണ്ട്. പെരി പെരി അൽഫാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ അൽഫാമിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. ഈ അൽഫാമിൻ്റെ പുറത്ത് നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോനെ പറ്റി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.